ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം എന്നതാണ്. അപ്പോൾ നമ്മളിത് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേര് പിക്സാർട്ട് എന്നാണ്. അന്നേരം നിങ്ങളുടെ മൊബൈലിൽ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നേരെ വീഡിയോ അങ്ങ് പോയേക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് എഫക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. ബ്ലർ, സ്കെച്ച്, അങ്ങനെ മാജിക്, അങ്ങനെ 2-3 എഫക്റ്റുകൾ കാണാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും അവസാനമുള്ള കളേഴ്സ് എന്നുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് തന്നെ കളർ റീപ്ലേസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരും. ആ ഒരു സ്ക്രീനിൽ കാണുന്ന ആ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു കളറിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ അത് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ഹ്യൂ എന്നുള്ള അതിനകത്ത് നിങ്ങൾക്ക് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കളറുകൾ കിട്ടും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ആ ഒരു ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കളർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുമ്പം ചിലപ്പോൾ നമ്മുടെ ബോഡിയിലും ഈ ഒരു കളർ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കളയാനായിട്ട് മേളത്തെ ആ ഒരു ഇറേസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാനായിട്ട് മേളത്തെ ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.